ഇനി എല്ലാം ശോഭനം. കേരള രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് പ്രമുഖ നടിയും നർത്തകിയുമായ ശോഭന കളത്തിലിറങ്ങി. കേരളത്തിൽ BJP പ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്തെ വോട്ടർമാരെ കാണാനാണ് ശോഭന എത്തിയത്. ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ശോഭന പങ്കെടുക്കും. ഇക്കുറി തീപാറുന്ന മത്സരമാണ് അനന്തപുരിയിൽ. ശശി തരൂരും പന്ന്യനുമല്ല ഇക്കുറി കളം പിടിക്കുക, ഞങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയാണ് BJP. വലിയ താരനിരയെ രംഗത്തിറക്കാനാണ് BJPയുടെ അണിയറ നീക്കം. ശോഭനയെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ തുടക്കത്തിൽ നീക്കം നടത്തിയിരുന്നെങ്കിലും ശോഭന വഴങ്ങിയില്ല. ഇക്കുറി കളത്തിലിറങ്ങൽ, തുടർന്ന് രാജ്യസഭാംഗം. ഇതാണ് BJP ശോഭനയ്ക്ക് നൽകുന്ന വാഗ്ദാനമെന്നാണ് അന്തഃപുര സംസാരം. നെയ്യാറ്റിൻകരയിൽ നടന്ന റോഡ് ഷോയിൽ ശോഭന പങ്കാളിയായി. ഉത്സവപ്രഭയിൽ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം പങ്കെടുത്ത് ഇനി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ശോഭന. തമിഴ്നാട്ടിലെ സിനിമാ രാഷ്ട്രീയം പോലെ മലയാളിയെ താരപ്രഭയിൽ തളയ്ക്കുകയാണോ BJP? ജയലളിത മോഡലിൽ ഒരു കേരളം, പരിഷ്കൃത കേരളത്തിൽ എത്രത്തോളം പ്രയോഗിക്കാൻ കഴിയും എന്ന് BJP പരീക്ഷിക്കുകയാണോ? ഒന്നുറപ്പിക്കാം, കേരള രാഷ്ട്രീയം അതിൻ്റെ സ്വാഭാവികതയ്ക്കപ്പുറത്തേക്ക് കളം മാറ്റുകയാണ്. അമിത്ഷായുടെ തന്ത്രങ്ങൾ വിജയിക്കാത്ത കേരളത്തെ പുതിയ തന്ത്രങ്ങളിലൂടെ പിടിക്കുകയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തം. കൊടിയ വർഗീയ പ്രചരണം ശബരിമലയെ ആളിക്കത്തിച്ചെങ്കിലും ഉദ്ദേശിച്ച ഫലം ഉണ്ടായില്ല. പക്ഷേ പടിപടിയായി കേരളത്തിൽ BJP അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നത് വസ്തുതയാണ് താനും. മതനിരപേക്ഷതയുടെ അവശേഷിക്കുന്ന തുരുത്തുകൾ കൈയടക്കാനുള്ള ശ്രമങ്ങൾ ഏതോ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒരുങ്ങുകയാണ്. UPയിലും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും അലയടിച്ച വിദ്വേഷ രാഷ്ട്രീയത്തിലും വർഗീയതയ്ക്കും കേരളത്തിൽ സ്ഥാനമില്ലെന്നുറപ്പിക്കാൻ ഇടതുപക്ഷത്തിനാകുമോ? കേരള രാഷ്ട്രീയം ഉത്തരം തേടുകയാണ്.